അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. അതിലെ വോയിസ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പൊ ലിയാരങ്ങളെ സ്നേഹിച്ച CI, ഞാൻ ലിയാരങ്ങളത്തെ എല്ലാ കൊല്ലവും പോകുന്നുണ്ട്. ഞാനും CI ആയിക്കോട്ടെ, ഞങ്ങളെ എല്ലാ ഇടപാട് അന മദീനത്തിൽ ഇൽമു അലിയും ബാബുവ എന്ന് പറഞ്ഞ അത് വെറും ഇൽമിന്റെ കോട്ട ഞാനാണെങ്കിലും അതിലേക്ക് കിടക്കുന്ന വാതിൽ അരിയാണെന്ന് പറഞ്ഞ ആ സാധനോട് ഞാൻ നിങ്ങൾക്കൊക്കെ തന്നേക്കണം. നമ്മുടെ ഈ തെരീക്കത്ത് മേടിച്ച എല്ലാവരും നമ്മുടെ ഖലീഫമാരും. ഇതിപ്പോ ഞാനിപ്പോ അങ്ങോട്ട് ചെയ്തായി കേട്ടല്ലോ, ആ സാധനം എന്നാണ് പറഞ്ഞത്. മഹാനായ ഖുതുബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇൽമിന്റെ കോട്ടയും അലിയാരി തങ്ങൾ എന്ന വാതിലും കൂടിയ ആ സാധനം അതാണ് നിങ്ങൾക്ക് തന്നതെന്ന. വെറും മുഹമ്മദ് റസൂലുള്ളയോ വെറും കവാടമോ അല്ല, മറിച്ച് രണ്ടും കൂടി ഒന്ന്. അതാണ് പരിപൂർണ്ണ തൗഹീദ്. ഒരു കോട്ടയാവുമ്പോൾ അതിന് നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്ന് നമുക്കൊക്കെ അറിയാം. അതെ, നല്ലൊരു ഉറച്ച അടിത്തറ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ നല്ല ബലമുള്ള ചുറ്റുമതിൽ, ചുമര് എല്ലാം വേണം. പോരാത്തതിന് നല്ലൊരു മേൽക്കൂര, റൂഫ് വളരെ നിർബന്ധമാണ്. ഇനി ഇത് മൂന്നും ഉണ്ടെങ്കിൽ പോലും ആ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ ഒരു കവാടമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ കഴിയാതെ കോട്ടയുടെ മുതലാളി ആയിരുന്നിട്ടും കാര്യമില്ലല്ലോ, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഖുതുബുസ്സമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്നും ഈ മഹത്തായ വഴി ആര് തന്നെ സ്വീകരിച്ചാലും, അതിപ്പോ ഖലീഫമാരായാലും ശരി, മുരീദുമാരായാലും ശരി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ വോയിസിൽ. നിങ്ങൾ കേട്ടില്ലേ? ആരായാലും മഹാനവറുകൾ നിശ്ചയിച്ച അവിടുത്തെ പകരക്കാരനും മൂത്ത മകനുമായ ഷെയ്ഖ് നിസാമുദ്ദീൻ തങ്ങളെ കൂടെ നിന്നേ മതിയാകൂ എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ മഹാനവറുകൾ തന്റെ മകനോട് മുമ്പേ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്റെ മോന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എന്നോടിഷ്ടം വെച്ചവരെല്ലാം കൂടും നിൻ കൂടെ മകനേ എന്നൊരു വാക്കിൻ ബർക്കത്തിൽ എന്നെയുമാക്ക് നിസാമുദ്ദീൻ, എന്നെയുമാക്ക് നിസാമുദ്ദീൻ.